കുട്ടികൾക്ക് സ്നേഹം കിട്ടാനില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല. തെരുവിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഇവരെ രക്ഷിക്കുവാൻ മുന്നോട്ട് വന്ന ജോസ് മാവേലിയെ 1000 വട്ടം അനുമോദിച്ചാലും മതി വരില്ല. ഇത് അട്ടപ്പാടി ആദിവാസി കോളനിയിലെ ലക്ഷ്മി. 2 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മി ഇങ്ങനെയായിരുന്നില്ല. മദ്യപിച്ച് ലക്കുകെട്ട് റോഡിലൂടെ പോകുന്നവരെ ചീത്ത വിളിച്ചും തൻ്റെ 5 കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഭിക്ഷാടനത്തിനയച്ച് മയക്കുമരുന്നിന് അടിമയായ ലക്ഷ്മി. ലക്ഷ്മി ഇളയ കുട്ടിക്ക് ജന്മം നൽകി ഏറെ വൈകാതെ മാറാരോഗത്തിന് അടിമയായ ഭർത്താവ് മരിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ മരണം ലക്ഷ്മിയെ മാനസികമായി തളർത്തി. അട്ടപ്പാടിയിൽ സുലഭമായി കിട്ടുന്ന മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരി കൂടിയായപ്പോൾ ലക്ഷ്മിയുടെ മനോനില തകർന്നു. 200, 300, 400 ഒക്കെ കിട്ടും. രാത്രി ഇല്ല എല്ലാ ദിവസവും കുടിക്കില്ല. പൈസ ഉള്ളപ്പോൾ മാത്രം. അതില്ലാത്ത നേരത്ത് കുടിക്കില്ല. ശരിക്കും മുറുക്കും. അതിനുശേഷം ആദിവാസി കോളനിയിൽ നിന്നും ലക്ഷ്മി പുറത്തായി. 5 മക്കൾക്കും ലക്ഷ്മിക്കും വിശപ്പടക്കാൻ വേറെ വരുമാനമൊന്നുമില്ലാതായപ്പോൾ അവർ ഊരുവിട്ട് തിരക്കേറിയ പട്ടണത്തിലേക്കിറങ്ങി. യാത്രക്കാർക്കു നേരെ കൈനീട്ടി ഭിക്ഷയെടുക്കുവാൻ തുടങ്ങി. പിഞ്ചു കുട്ടികൾക്ക് ഭിക്ഷയെടുത്ത് കിട്ടുന്ന പണം മുഴുവനും ലക്ഷ്മി മദ്യപിച്ചു തീർക്കും. മദ്യത്തിൻ്റെ ലഹരിയിൽ ലക്ഷ്മി കുട്ടികളെ നടു റോഡിൽ മർദ്ദിക്കുവാനും അന്തരീക്ഷത്തിലേക്ക് പൊക്കിയെറിയുവാനും തുടങ്ങി. കോതമംഗലം ബസ് സ്റ്റാൻഡിൽ വെച്ച് ലക്ഷ്മി കുട്ടികളെ വലിച്ചിഴയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വളരെ സാഹസികമായി ജനസേവ പ്രവർത്തകർ പോലീസിൻ്റെ സഹായത്തോടെ ആലുവ ഗവൺമെൻറ് ആസ്പത്രിയിൽ ലക്ഷ്മിയെ പ്രവേശിപ്പിച്ചു. ആസ്പത്രിയിലെ മാനസിക രോഗ വിദഗ്ധൻ്റെ പരിചരണത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ലക്ഷ്മിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു. ഇന്ന് ലക്ഷ്മിയും കുട്ടികളും ജനസേവയുടെ സ്നേഹത്തണലിൽ സന്തോഷത്തോടെ കഴിയുന്നു.